വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ബന്ധം തന്നെ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്കത് മനസ്സിലാവില്ല. ആദ്യത്തെ ബന്ധത്തിൻ്റെ ആ ഒരു രസമൊന്നും പിന്നീട് കാണൂല. ഞാൻ ജസ്റ്റ് തമാശയായിട്ടൊരു കാര്യം പറഞ്ഞതാ, അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പലരും പറയാറുണ്ടല്ലേ, അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് അവരങ്ങ് പോവും. പിന്നീട് അത് ഫേസ് ചെയ്യേണ്ടതും അതിനുള്ള ആ ഒരു ടെൻഷൻ അനുഭവിക്കേണ്ടതും നമ്മളാണ്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ തമാശയായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്, ചിലപ്പോൾ തമാശയിലൂടെ കാര്യം പറഞ്ഞതായിരിക്കാം. പക്ഷെ അതർ സൈഡിലുള്ള ആൾ, അത് കേട്ട ആൾക്ക് എത്രത്തോളം വേദനിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാവില്ല. പലരും പല രീതിയിലുള്ള ആൾക്കാരാണ്. ഏത് മൈൻഡിലാണ് എടുക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തും വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് ചെറുതായിരിക്കാം, പല വാക്കുകളും പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് മാത്രം പറയുക. കാരണം ആ ഒരു വാക്ക് മൂലം നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം വരെ നഷ്ടപ്പെട്ടേക്കാം. കാരണം കേൾക്കുന്ന ആൾക്ക് അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നോ, അത് എത്രത്തോളം ആളുടെ മനസ്സിനെ വേദനിപ്പിക്കുമെന്നോ നമുക്കറിയില്ല. ചിലപ്പോൾ തമാശയിലൂടെ കാര്യം പറഞ്ഞതായിരിക്കും, അത് ആൾക്ക് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളെ മുന്നിൽ അവർ അഭിനയിച്ച് നിൽക്കുകയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പെയിന് കിടപ്പുണ്ടാവും. പക്ഷേ ആ ഒരു റിലേഷനിൽ പിന്നീട് ആദ്യത്തെ ആ ഒരു ബന്ധം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വാക്കുകളും നമ്മൾ പറയുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ട് മാത്രം പറയുക. കാരണം അത് കേൾക്കുന്ന ആൾക്ക് അത് മറക്കാനോ പൊറുക്കാനോ പറ്റിയെന്ന് വരില്ല. അതിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സാവാം, നമ്മുടെ പാർട്ട്ണറാവാം, നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ആവാം. അങ്ങനെ ആർക്കും ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരാൾക്ക് നമ്മൾ കാരണം വേദനിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു പോയ ഒരു വാക്ക് മൂലം ആൾക്ക് നമ്മളോട് ഭയങ്കര രീതിയിലുള്ളൊരു ഫീൽ ആയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും സോറി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ആ ഒരു സോറി കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ നമ്മളത് സോറി പറയാതെ ഇങ്ങനെ ഇട്ടിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പുറത്ത് നമുക്ക് ആ ബന്ധം തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോറി പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ തോറ്റു പോകുന്നില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രശ്നം ചെറിയൊരു പ്രശ്നമായിരിക്കാം, അത് വലിയ രീതിയിലേക്ക് എത്തുന്നതായിരിക്കാം. അപ്പോൾ അത് ഫസ്റ്റ് മുതലേ തന്നെ അവർക്ക് ഫീലായിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സോറി പറയാൻ നമ്മൾ തയ്യാറാവുക. അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതല്ല, നമ്മളോട് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചും അതുപോലെ മറുപടി കൊടുത്താൽ നമ്മളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളടുത്ത് ആരെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കാതെ നല്ല രീതിയിൽ നമ്മളതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരാളെങ്കിലും തോറ്റു കൊടുത്തവനെ വിജയമുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആരെങ്കിലും നമ്മളെന്തെങ്കിലും പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായിട്ട് അവരോട് സോറി പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ പല ബന്ധങ്ങളും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഏതൊരു ചെറിയൊരു പ്രശ്നത്തിൻ്റെ പുറത്തായിരിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ സംസാരങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എടുത്ത് ചാടി തീരുമാനങ്ങളെടുത്ത് എടുത്തപടി അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കരുത്. നമ്മൾ സൗമ്യമായിട്ട് ഇരുന്ന് ആലോചിച്ചിട്ട് ഇതിനെന്ത് മറുപടി നമ്മൾ കൊടുക്കണം, ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പല ബന്ധങ്ങളും നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നമ്മൾ കാരണം വേദനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോറി പറയാൻ തയ്യാറാവുക. അതുപോലെ തന്നെ നമ്മൾ എന്താണോ ഒരാളോട് പറയുന്നത് എന്നുള്ളത് വളരെ സൂക്ഷിച്ച് മാത്രം പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളോട് മറന്നെങ്കിലും കാലങ്ങൾ എടുത്താലും ആ ഉള്ളിലുള്ള ആ കേട്ട ആളുടെ ഉള്ളിലുള്ള ഒരു മുറിവ് മാഞ്ഞോളണമെന്നില്ല. അവരുള്ളിൽ വെച്ചിട്ടായിരിക്കും നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്നത്. നമുക്കത് മനസ്സിലാവില്ല. ആദ്യത്തെ ബന്ധത്തിൻ്റെ ആ ഒരു രസമൊന്നും പിന്നീട് കാണൂല. അതുകൊണ്ട് ഓരോ വാക്കും സൂക്ഷിച്ച് മാത്രം എല്ലാവരും ഉപയോഗിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്